ഹായ് ഹലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മാതൃമലയിൽ രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. കോട്ടയം ജില്ലയിലെ കൂരോപ്പടയിൽ കോട്ടയം പട്ടണത്തിൽ നിന്നും 16 കിലോമീറ്റർ മാറി കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഈ മാതൃമല. ഈ കുന്നിൻ മുകളിലെ ഈ ക്ഷേത്രത്തിലായാണ് രാജരാജേശ്വരി ദേവി കുടികൊള്ളുന്നത്. ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗം വരെ മാത്രമാണ് കേട്ടോ വണ്ടി ചെല്ലുക. അപ്പോൾ താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നു പോകാനായിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ അപ്പൂസ് ആദ്യം തന്നെ ഓടി അങ്ങ് പോവാണ്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അപ്പൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ട് അപ്പൂന് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പതിയെ ഇങ്ങനെ നടന്ന് കയറി അങ്ങ് പോയി, അപ്പൂസ് ഓടി അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ഈ ഹിന്ദു സ്വാഭിമാൻ കേന്ദ്രം കാണാം. അതിൻ്റെ തൊട്ടടുത്തൂടെ ആയിട്ടാണ് ഈ ഒരു വഴി കേട്ടോ. ഇവിടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ഈ ഒരു ക്ഷേത്രത്തിലേക്കാണ്, ക്ഷേത്രമുറ്റത്തിലേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അവിടെ നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് ചെറിയ രീതിയിലുള്ള. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ അവിടുത്തത്. എന്തോ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അത്ര നല്ലൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ചെന്ന് കയറിയപ്പോൾ തന്നെ തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മലയുടെ താഴത്തേക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മളിത് ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടെയായിട്ട് സൂര്യനെ നന്നായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുള്ളായിട്ടുള്ള ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോയിട്ടോ. അപ്പം ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അത് എന്താ പറയുക, ഒന്നും പറയാനില്ല, നമ്മൾ നേരിട്ട് വന്ന് കാണണം. അത്രയ്ക്കൊരു ഫീൽ ചെയ്യുന്നൊരു ക്ഷേത്രവും ആ ഒരു അന്തരീക്ഷവും ഒക്കെയാണ്. നമ്മൾ പറയില്ലേ, ഈ അന്തരീക്ഷത്തിൽ എന്തോ ഒന്ന് നമ്മൾ പിടിച്ചു നിർത്താനുള്ള ഒരു ശക്തി ഉണ്ടെന്ന്. അപ്പോൾ അത്ര ഒരു പ്രപഞ്ചശക്തിയുള്ളൊരു ക്ഷേത്രമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പൂസ് അതിനോടൊപ്പം തന്നെ ആ സ്ഥലമൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല കാറ്റും ആ ഒരു നല്ല അന്തരീക്ഷവും തണുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവനവിടെ കിടന്ന് നിലത്ത് കിടന്നങ്ങ് ഉരുളുമായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. എന്താ പറയുക, നല്ലൊരു യാത്രയായി തന്നെ വന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ക്ഷേത്രമായിട്ട് പ്രാർത്ഥിച്ച് പോകാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് കേട്ടോ ഇനി ഞാൻ പറയുന്നത്. പണ്ട് കാലത്ത് വെന്നിമല ആസ്ഥാനമുള്ള തെക്കുംകൂർ രാജാക്കന്മാർക്ക് മാതൃമലയ്ക്കടുത്തുള്ള പ്രദേശത്ത് സൈനികമായിട്ടുള്ള താവളങ്ങളുണ്ടായിരുന്നു. മുഴുവൻ പ്രദേശവും അമ്പഴത്തുങ്കൽ കർത്തന്മാരുടെ കീഴിലായിരുന്നു അന്ന്. AD 1749 മാർത്താണ്ഡവർമ്മ രാജാവ് തെക്കുംകൂർ പിടിച്ചെടുക്കുകയും വേണാടിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മുൻകാല പ്രഭുക്കന്മാരായ അമ്പഴത്തുങ്കൽ കർത്തന്മാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ഭൂമിയുടെ ഒരു വലിയ വിഭാഗം പിന്നീട് മലബാറിലെ കോലത്തുനാട്ടിൽ നിന്ന് കൂരോപ്പടയിലേക്ക് കുടിയേറിയ കോലത്തേട് കുടുംബത്തിൻ്റെ കുടിയാൻ കീഴിലാവുകയും ചെയ്തു. കോലത്തേട്ട് കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ജോലി ചെയ്തിരുന്ന പറയ സമുദായത്തിലെ കർഷക തൊഴിലാളികൾ മാതൃമല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് താമസിച്ചിരുന്നു. ഈ കർഷക തൊഴിലാളികളാണ് അവരുടെ സപ്തമാതൃക്കൾ എന്നറിയപ്പെടുന്ന അവരുടെ കുലദേവതയെ ഈ കുന്നിൻ മുകളിൽ പ്രതിഷ്ഠിക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്താൻ കാരണമാവുകയും ചെയ്തത്. അവിടെ അവർ പതിവായി വഴിപാടുകളും പൂജകളും ചെയ്തു വന്നിരുന്നു. എന്നാൽ 1950കളുടെ തുടക്കത്തിൽ ചെമ്പകശ്ശേരിയിൽ തങ്കമ്മ, തറവട്ടത്തിൽ പാപ്പിയമ്മ, ചമ്പങ്ങര സാവിത്രിയമ്മ, ആശാരിപ്പറമ്പിൽ ഗോപാലപിള്ള എന്നിവർ ചേർന്ന് കൊളത്തേട്ട് കുടുംബത്തിലെ സന്തതികളായ ഇവർ മാതൃമലയെ അവകാശമാക്കുകയും 1960കളുടെ മധ്യത്തിൽ ആശാരിപ്പറമ്പിൽ ഗോപാലപിള്ള കുന്നിൻ മുകളിലുള്ള കുറച്ച് ഭൂമി പടൂർ ശ്രീധരൻ പിള്ളയ്ക്ക് വിൽക്കുകയും ഈ ഭൂമിയുടെ ഒരു ഭാഗം വീണ്ടും സ്കറിയ കലായറ്റിന് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ കൂരോപ്പട ഹോളി ക്രോസ് പള്ളി കുന്നിൻ മുകളിൽ ഒരു ഇരുമ്പ് കുരിശ് കൊണ്ട് സ്ഥാപിച്ചു. എന്നാൽ ആ ഭൂമി അവരുടെ ഉടമസ്ഥതയിലുള്ളതല്ലായിരുന്നു. ഇത് പ്രാദേശിക ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ സംഘർഷത്തിന് കാരണമുണ്ടാക്കി. 1967 സ്വത്തിന് അവകാശികളായ മുളന്തനത്ത് G. രാമൻ നായരും സഹോദരിമാരും കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും കേസ് ഏകദേശം 15 വർഷത്തോളം തുടരുകയും ചെയ്തു. യഥാർത്ഥ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി സ്ഥലം കൈമാറാൻ പള്ളി അധികാരികൾക്ക് ഉത്തരവിടുകയായിരുന്നു. തുടർന്ന് ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള സഹോദരിമാർ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വികസനത്തിനായി അവരുടെ വിഹിതം ക്ഷേത്രത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ആ കുരിശ് നീക്കം ചെയ്യേണ്ടി വന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു മാതൃമല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞതോടുകൂടി സൺസെറ്റ് കാണാനുള്ള ആ ഒരു ഫുൾ ഇതായി കേട്ടോ, അസ്തമിക്കാനുള്ള ഒരു ഇതായി. പക്ഷേ എന്താ പറയുക, മൊത്തത്തിലങ്ങ് മഴ മൂടി കിടന്നത് കൊണ്ട് തന്നെ മഴക്കാർ ഇടയിലേക്കേ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഭംഗിയായിട്ടുള്ള, നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഭംഗിയിലുള്ള ഒരു സൺസെറ്റൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും അന്തരീക്ഷം മൊത്തത്തിൽ കാണാൻ നല്ല രസമായിരുന്നു. എന്നാലും ഞങ്ങളത് സൂര്യൻ അങ്ങ് താഴ്ന്ന് പോകുന്ന സമയം വരെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ.
അപ്പോൾ അപ്പൂസ് ആ ഒരു ഭക്തിഗാനത്തിനൊത്ത് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ആ ഒരു സൂര്യാസ്തമയം കഴിഞ്ഞ സമയമായപ്പോഴേക്കും അവിടെ കുമാരി പൂജ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദീപാരാധനയും കഴിഞ്ഞാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ദീപാരാധന തുടങ്ങാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദീപാരാധനയ്ക്ക് പോയി അത് കഴിഞ്ഞ് ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ കുമാരി പൂജ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.